ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ നമ്മള് അജ്രക്കിൽ എപ്പോഴും ഓരോ ഡിസൈൻസ്, എന്താ പറയാ, ഇതുപോലത്തെ ലൈൻസിന്റെ ഡിസൈൻസ് കണ്ടിട്ടുണ്ടാവില്ല. ഇതുപോലത്തെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അജ്രക്കിൽ. എപ്പോഴും നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് ഓരോ ഫ്ലവറിന്റെ മോട്ടിഫോ അല്ലെങ്കിൽ മാംഗോ ഡിസൈൻസ് അങ്ങനത്തെ ഒക്കെ ഉള്ളതൊക്കെയാണ് വരുന്നത്. ഇതിപ്പോ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഇതുപോലെ ഒരു ലൈൻസ് വരുന്ന ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് 2 കളേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ബ്ലാക്ക് ആണ്, ബ്ലാക്കിൽ ഇതേപോലത്തെ ഈ ഒരു ലൈൻസ് വരുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് ഇതുപോലെ ചെറിയൊരു ബ്ലൂയിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇത് തന്നെ കുറച്ച് ഇങ്ങനെ ഒരു അങ്കരക്ക സ്റ്റൈലിൽ കുറച്ച് ഇത് ക്ലോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് ഫുൾ ലൈൻ ആയിട്ട് കൊടുക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷർട്ട് കോളർ പാറ്റേണോ വി കോളർ പാറ്റേണോ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാട്ടോ. അതിപ്പം ഞാൻ ഈ ഒരു നെക്ക് ഈ ഒരു സ്റ്റൈലിലേക്ക് വി നെക്ക് വിത്ത് ഈ ഒരു സ്റ്റൈലിലേക്ക് കൊടുത്തേക്കണമെന്നേ ഉള്ളൂ. ഇതേപോലെ വിത്തൗട്ട് ലൈനിങ് ആണ്. ലൈനിങ് വേണമെങ്കിലും എക്സ്ട്രാ വേഗം പറയണം, കാരണം എന്താ വെച്ചാൽ കുറച്ച് ക്വാണ്ടിറ്റി നമ്മളിത് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പൊ നമുക്ക് വിത്ത് ലൈനിങ് ആണെങ്കിലും മെറ്റീരിയൽ ഷോർട്ട് ആണ്, അപ്പൊ അത് വേഗം പറയണം. അതുപോലെ തന്നെ അടുത്ത ഒരു ഡിസൈൻ വന്നേക്കുന്നത് ഇതുപോലെയാണ്. ഇത് ബ്ലൂ ആണ് കേട്ടോ. ഇത് അജ്രക്കാണ്. അജ്രക്കിന്റെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വന്നേക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ഞാൻ ഈ ഡിസൈൻസ് ഭയങ്കര റെയർ ആയിട്ട് നമുക്ക് കിട്ടും കണ്ടോ. ഇതാണ് ഇതിന്റെ ഡിസൈൻ വന്നേക്കുന്നത്. സെക്കൻഡ് വൺ ആ ചെറിയൊരു കളറിൽ ഇങ്ങനെ ഒരുമിച്ച് വെക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാകുന്നത്. യോക്ക് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റ് ഉള്ള പാറ്റേൺ ബ്ലൂ കളർ ഇതേപോലെ ഉണ്ടാവട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സെയിം പാറ്റേൺ തന്നെ നമ്മൾ ചെയ്തേക്കുന്നത്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എപ്പോഴും നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, കാണുന്ന ഡിസൈനിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് കണ്ടപ്പോൾ ഞാൻ അതിന്റെ മെറ്റീരിയൽ എടുത്തതാണ്. അപ്പൊ ഇതുപോലെ ഉണ്ട്, നല്ല അടിപൊളിയാണ്. നമുക്ക് സെയിം ടോൺ വേണമെങ്കിൽ തന്നെ ബോട്ടം കൂടെ ചെയ്യണം എന്ന് ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ അജ്രക്കിന്റെ ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഭയങ്കര ഹൈ റേറ്റിലേക്ക് വരും. വിത്ത് ബോട്ടം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യാം, പറഞ്ഞാൽ മതി. ലിമിറ്റഡ് ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരത്തെ ഞാൻ കാണിച്ച ബ്ലാക്കിന്റെ ഡിസൈൻ ഇതാണ് കേട്ടോ. സെയിം തന്നെയാണ് വരുന്നത്. ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത്. ഇതേപോലെ ഉണ്ടാവും. ബാക്ക് സൈഡ് ഈ ഒരു സെയിം ലൈൻസ് തന്നെയാണ് വരുന്നത്. ഇതേപോലെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, വിത്ത് ലൈനിങ് വേണമെങ്കിൽ സ്പെഷ്യലി പറഞ്ഞാൽ മതി. അപ്പൊ ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് 1450. അടിപൊളിയായിട്ട് ഗ്രീൻ കളറിലോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ പ്രിന്റ് വന്നിട്ട് 2 പ്രിന്റിൽ വരുന്നുണ്ട്. ഒന്ന് കുറച്ച് ഗ്രീനിലോട്ട് ഇതുപോലെ ഒരു വലിയ പ്രിന്റ് വരുന്നതും ഇതാണ്. ഇതുപോലെ ചെറിയ പ്രിന്റ് ഈ താഴോട്ട് കൊടുത്തിട്ട് വലിയ പ്രിന്റ് മുകളിലോട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് ഒരു അങ്കരക്ക സ്റ്റൈലിലോട്ടാണ് നമ്മൾ ഇതിന്റെ നെക്ക് കൊടുത്തേക്കുന്നത്. ഒരു വി നെക്ക് വെച്ചിട്ട് ഒരു അങ്കരക്ക പാറ്റേണിലോട്ട് ചെറിയ ഡിസൈൻ കൊടുത്തിട്ട് ഇവിടെ വലിയ ഡിസൈനെ കൊടുത്തേക്കുന്നത്. അപ്പം ഇതിപ്പോ വി കോളർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഒരുപാട് ഞാൻ പറഞ്ഞതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് കുറച്ചേ ഉള്ളൂ ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ കിട്ടുമ്പോൾ. അപ്പൊ ഫസ്റ്റ് ഞാനിപ്പോ വേറെ എടുക്കുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. വിതൗട്ട് ലൈനിങ് ആണ്. വിത്ത് ലൈനിങ് ചെയ്യണമെങ്കിലും പറഞ്ഞാൽ മതി. കുറച്ച് പീസസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് വന്നേക്കുന്നത് ഇതുപോലെ ഈ ഒരു പ്രിന്റ് വലിയ അങ്കരക്കയുടെ ഈ ഒരു പാറ്റേൺ വലിയ പ്രിന്റ് മുകളിലേക്ക് കൊടുത്തിട്ട് ഇവിടെ ചെറുത് കൊടുത്തിട്ട്. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ട്. വിത്തൗട്ട് ലൈനിങ് ആട്ടോ. വിത്ത് ലൈനിങ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്പെഷ്യലി നേരത്തെ പറയണം, കാരണം കുറച്ച് പീസ് നമ്മൾ റെഡിയാക്കിയേക്കുന്നതാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, യൂഷ്വലി ചിലപ്പോൾ വരുന്ന അജ്രക്ക് കുറച്ച് തിക്നെസ് ഉണ്ടാവും. ചിലത് കുറച്ചിപ്പോ തിക്നെസ് കുറവാണ്. പക്ഷെ ഇതിന്റെ കളറിന്റെ ആയിരിക്കണം. റേറ്റിലും കാര്യങ്ങളൊന്നും ഡിഫറൻസ് ഇല്ല. നമുക്ക് കിട്ടുന്നതും ഈ അതുകൊണ്ടാണ്. കണ്ടോ, ഇതിനകത്ത് തിക്നെസ് കുറവാണ്. മുമ്പ് കിട്ടിയ ചിലതിന് കുറച്ച് തിക്നെസ് കൂടുതലുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇനി യൂസ് ചെയ്തേക്കുന്ന കളറിന്റെ കുറച്ച് ബ്രൈറ്റ്നെസ് ഉണ്ട്, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ പറയുന്നതാണ് സ്പെഷ്യലി വീഡിയോയില്. കാരണം നമുക്കും ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യുമ്പം നമ്മളെങ്ങനെ യൂസ് ചെയ്തതാണോ ഇതിൽ ഫെയ്ഡാണ് അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് വിഷമമുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് 10 to 15 വർക്കിംഗ് ഡേയ്സ് 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.